ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ലോകം തെറ്റായ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ഒരാൾ മാത്രം അതിനെതിരെ ധീരമായി പോരാടി. ആരാണ് ഈ ഇതിഹാസ വ്യക്തി? ക്രാക്കോവിലെ സെയിൻറ്റ് സ്റ്റാനിസ്ലാവോസ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് പോളണ്ടിൽ ബൊലെസ്ലാവ് രണ്ടാമൻ എന്നൊരു ദുഷ്ടനായ രാജാവുണ്ടായിരുന്നു. അക്കാലത്ത് സ്റ്റാനിസ്ലാവോസ് ഒരു വലിയ പുരോഹിതനായിരുന്നു. അന്നത്തെ ബിഷപ്പ് രാജാവ് തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ സ്റ്റാനിസ്ലാവോസ് ധൈര്യം കാണിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം. രാജാവ് മോശമായി പെരുമാറിയപ്പോൾ സ്റ്റാനിസ്ലാവോസ് അതിനെതിരെ ശക്തമായി സംസാരിച്ചു. രാജാവിനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ പോലും അദ്ദേഹം തയ്യാറായി. ഇത് വെറും രാഷ്ട്രീയ നാടകമായിരുന്നില്ല, നീതിക്ക് വേണ്ടിയുള്ള ഉറച്ച നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആർക്കും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ അധികാരമില്ല എന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിയ ഈ ധീരത അദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കി. ദേഷ്യം വന്ന രാജാവ് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സ്റ്റാനിസ്ലാവോസിനെ കൊന്നു. പക്ഷേ നീതിക്കും വിശ്വാസത്തിനും വേണ്ടി ജീവൻ കൊടുത്ത ഒരാളായി സ്റ്റാനിസ്ലാവോസിനെ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ലോകം തെറ്റായ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ഒരാൾ മാത്രം അതിനെതിരെ ധീരമായി പോരാടുന്നത് എന്തൊരു ധൈര്യം വേണമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ധീരത എന്നാൽ ശക്തരെ എതിർക്കുന്നത് മാത്രമല്ല, പാവപ്പെട്ടവരെ സഹായിക്കുന്നതും സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതുമെല്ലാം ധീരതയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ധീരത ഒരു രാജ്യത്തിന് മുഴുവൻ പ്രത്യാശയും ധൈര്യവും നൽകി. ഒരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇന്നും നമ്മുടെ ലോകത്ത് തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സെയിൻറ്റ് സ്റ്റാനിസ്ലാവോസിൻ്റെ ധീരത നമുക്കൊരു വെളിച്ചമാണ്, ഒരു പ്രകാശമാണ്. തെറ്റായ പ്രവൃത്തികൾക്കെതിരെ ശബ്ദമുയർത്താനും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും നമുക്ക് ധൈര്യം വേണം, ധൈര്യമുണ്ടാകണം. സെയിൻറ്റ് സ്റ്റാനിസ്ലാവോസിനെ ഒരു വെറും പഴങ്കഥയായി നമുക്ക് കാണാൻ പറ്റില്ല.